സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും വായനാ ലോകത്തും വീണ്ടും സംസാര വിഷയമാവുകയാണ് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിയും മല്ലി എന്ന കഥാപാത്രവും. കാണാം മല്ലിയുടെ വിശേഷങ്ങൾ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ബോയ്സ് HSS നാടോടി നൃത്തത്തിൽ നമ്മളോടൊപ്പം മല്ലിയാണ് ചേരുന്നത്. കാണുമ്പോൾ മല്ലി വേഷമാണ് റാം കെയർ ഓഫ് ആനന്ദി. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിയിലെ മല്ലി എന്ന കഥാപാത്രത്തെയാണ് ചെയ്യുന്നത്. കാണുമ്പോൾ പെൺകുട്ടിയാണെന്ന് തോന്നുമെങ്കിലും ഇത് നമ്മുടെ ഒരു ബോയിയാണ്, ആൺകുട്ടിയാണ്. പേരെന്താണ്? ഭുവൻ ശ്രീഹരി. എന്തുകൊണ്ടാണ് ഭുവൻ ഈ മല്ലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എടുക്കാൻ കാരണം? ഇത് പെട്ടെന്ന് എൻ്റെ മാഷായ മഹേഷ് മാഷിനോട് സോനു മാഷ് ഫോക്ക് പഠിപ്പിക്കുന്ന മാഷാണ്. അപ്പം മാഷിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ടോപ്പിക്ക് പറഞ്ഞപ്പം എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, വെറൈറ്റി ആയിരിക്കും, ആരും ഇതുവരെ ചെയ്യാത്തൊരു കൺസെപ്റ്റ് ആയിരിക്കും, അപ്പം ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാം. റാം കെയർ ഓഫ് ആനന്ദിയിലെ ക്യാരക്ടറെ, മല്ലിയുടെ ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് ചെയ്യാം, ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ. അത് ഒരു വെറൈറ്റി ആയിരിക്കും, ആൾക്കാരിൽ ശ്രദ്ധിക്കപ്പെടും എന്ന് പറഞ്ഞ് ചെയ്തതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തത് ഞാനിപ്പോൾ സ്റ്റേജിൽ. ഓക്കെ, ഇപ്പോൾ നിലവിൽ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഈ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാനിത് ഫുള്ള് വായിച്ചിട്ടില്ല. കഥയൊക്കെ പറഞ്ഞത് മാഷാണ് പറഞ്ഞു കൊടുത്ത് മല്ലിയിലേക്ക് എത്തിച്ചതാണ് ഞങ്ങൾ കഥയിലേക്ക്. ഇത് ആക്ച്വലി ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതലേ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ചെയ്യുമ്പോൾ അവർക്കൊരു നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കും. പിന്നെ കൃത്യമായിട്ടൊരാൾ, പ്രോപ്പറായിട്ടൊരാൾ, ഒരു പെൺകുട്ടി ചെയ്യുന്നതിനെക്കാട്ട് ഒരു ആൺകുട്ടി ആ വേഷത്തിലേക്ക് എത്തുന്നതാണല്ലോ നല്ലത്. അപ്പോൾ കൃത്യമായിട്ടൊരാളിനെയും കൂടെ കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാഷ് മഹേഷ് പിള്ളൈ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് നമുക്ക് ഭുവനെ ഒരു ഐറ്റം ചെയ്യണം, എന്തെങ്കിലും ത്രെഡ് ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു റാം കെയർ ഓഫ് ആനന്ദി ഉണ്ട്, അതിനകത്ത് മല്ലി ക്യാരക്ടർ നന്നാവും, ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം, എനിക്കത് അറിയാമല്ലോ, മല്ലി ഞാൻ വായിച്ചിട്ടുണ്ട് നോവല്, അയ്യോ നമുക്കത് തന്നെ ചെയ്യാൻ മുന്നിലേക്ക് പൊക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തായ ജോമറ്റ് അറയ്ക്കലിൻ്റെ അടുത്ത് നമുക്കിത് ചെയ്താലോ, നമുക്കിൻ്റെ ലിറിക്സ് എഴുതിയാലോ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ പുള്ളി അതിനെന്താ ഞാൻ തന്നെ എഴുതി തരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ലിറിക്സ് എഴുതി. പിന്നെ ആദ്യം മുതൽ അവസാനം ഈവൻ കോറിയോഗ്രാഫി വരെ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത്. എല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെ, രണ്ടുപേരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഈ വലിയൊരു നോവലിനെ ഈ 5 മിനിറ്റിൽ ഒതുക്കണം. അത് വലിയൊരു ടാസ്ക്കാണ്, കാരണം ആൾക്കാരിലേക്ക് കൺവേ ആവണ്ടേ. അത് ലിറിക്സ് എഴുതിയാളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇത് തന്നെ ഉണ്ട്, കാരണം അത് ഒതുക്കാൻ ഭയങ്കര പാടായിരുന്നു. അതിനകത്ത് കൃത്യമായിട്ടുള്ള വരികളും കഥാപാത്രങ്ങളും അതോടൊപ്പം അനുഭവിച്ചത് അമ്മയുടെ ക്യാരക്ടറിൽ നിന്ന് അല്ലെങ്കിൽ പോലീസുകാരിൽ നിന്ന് നേരിടുന്ന ഒരു അനുഭവം, അതെല്ലാം ആ പാട്ടുകളിൽ ചുരുക്കി എഴുതിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ജെനുവിനായിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു ബോയി തന്നെ മല്ലിയാക്കിയതാണ്. അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പെൺവേഷങ്ങൾ കെട്ടി തന്നെ മല്ലിന്ന് അഭിനയിച്ചു, പക്ഷേ ഒരു ബോയി വന്നത് ഒരു ജെനുവിൻ ഐഡിയ ആണ്. അപ്പം ആദ്യം ഇങ്ങനെ പെൺവേഷം കെട്ടണമെന്ന് പറഞ്ഞപ്പം ഓക്കെ ആയിരുന്നോ? ഓക്കെ ആയിരുന്നു. നമുക്ക് പേടിയുണ്ടായിരുന്നു ആദ്യം, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അത് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. പിന്നെ പ്രാക്ടീസ് ചെയ്തു എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത് ഇദ്ദേഹം ഇതൊരു പെണ്ണിൻ്റെ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, ഡ്രസ്സ് ഇടുമ്പോൾ കളിക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ ഇന്നലെ ജസ്റ്റ് ഇത് മൈൻഡിൽ വന്നിട്ട് പെട്ടെന്നൊന്ന് സ്കേർട്ട് ഇടിപ്പിച്ച് നോക്കിയപ്പോൾ മൂവ് ചെയ്യുന്നതേ ഇല്ല, കളിക്കാൻ പറ്റുന്നേ ഇല്ല. പിന്നെ അതിട്ട് കുറേ നേരം ഇങ്ങനെ കളിപ്പിച്ചിട്ടാണ് ഇന്ന് സ്റ്റേജിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്. എങ്ങനെയുണ്ട് സ്ത്രീവേഷം? കംഫർട്ടബിൾ ആണോ? ഓക്കെയാണ്, കുഴപ്പമില്ല. ഇപ്പം നമ്മളിപ്പം പെട്ടെന്ന് ഇതെല്ലാം വെച്ച് കെട്ടിയപ്പം നമുക്കൊരു മറ്റേ ഇത് തോന്നി, എന്നിട്ട് പിന്നെ ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. പ്രേക്ഷകരൊക്കെ എന്ത് പറഞ്ഞു? നന്നായിരുന്നു എന്ന് പറഞ്ഞു, വെറൈറ്റി ആയിരുന്നു, ആരും ഇതുവരെ ചെയ്യാത്തൊരു കൺസെപ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. എ ഗ്രേഡ് ഉറപ്പിക്കാം എന്ന് തോന്നുന്നു. നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു, വളരെ വ്യത്യസ്തമായി വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും റാം കെയർ ഓഫ് ആനന്ദിയിലെ മല്ലി എന്നൊരു കഥാപാത്രത്തെ ഒരു ആൺകുട്ടി മല്ലിയിലേക്ക് മാറി ചെയ്തത് എന്തായാലും ഈ കലോത്സവ വേദിയിലൊരു വേറിട്ട അനുഭവമാണ്. എന്തായാലും എ ഗ്രേഡ് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഈ റാം കെയർ ഓഫ് ആനന്ദിയിലെ മല്ലി കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്ന കുട്ടി. അരുണിനോടൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.